എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ്റെ ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വോട്ട് ചെയ്യുവാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ചുകൊണ്ട് ഓരോ വീടുകളിലും ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത് ഞാൻ ഒരു രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് കേരളത്തിൽ ഒട്ടുമിക്ക ബന്ധക്കോസ്ത് വിശ്വാസികളും ദൈവമക്കളും വോട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവരാണ്. അപ്പം അത് നമ്മുടെ കടമയാണ്, പൗരധർമ്മമാണ്. നമ്മൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവരാണ് 99% ആൾക്കാരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഹൃദയത്തിൽ താല്പര്യമുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്ത് നമ്മൾ അവരെ വിജയിപ്പിക്കണം. അതൊരു പൗരധർമ്മമാണ്. സർക്കാർ ഫങ്ഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സർക്കാർ വർക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ കൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന സർക്കാരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വോട്ട് ചെയ്യുവാൻ കാണിക്കുന്ന താല്പര്യം പോലെ നമ്മൾ സർക്കാരിലും ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയുടെ താല്പര്യം കാണിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആത്മീയ നേതാക്കന്മാർ കൺവെൻഷൻ സ്റ്റേജുകളിൽ പറയുകയുണ്ടായി, പെന്തക്കോസ്തുകാരുടെ ശബ്ദം നിയമസഭയിൽ കേൾപ്പിക്കുവാൻ നമ്മുടെ ഇടയിൽ നിന്ന് ചില MLA-മാരും പ്രതിനിധികളൊക്കെ ഉണ്ടാകണമെന്ന്. എന്നാൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തികൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് വേണ്ടി സംസാരിക്കുക, നമുക്ക് വേണ്ടി മാത്രമല്ല, കൂടാതെ സംസാരിപ്പാൻ കഴിയാത്തവർക്ക് വേണ്ടി വോയിസ് ഓഫ് വോയിസ്ലെസ് പീപ്പിൾ ആകണമെന്നാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. യേശു കർത്താവ് പറഞ്ഞു, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുമ്പോൾ നമ്മൾ ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കണം. അതുകൊണ്ട് നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ജ്ഞാനം, ധൈര്യം, കഴിവ് ഇത് ലോകത്തിന് പ്രദർശിപ്പിക്കണം. ലോകത്തിന് പ്രയോജനകരമായ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് മാത്രം പോരാ, നമ്മൾ നേതൃത്വ നിരയിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ സഭകളിൽ നിന്ന് ചെറുപ്പക്കാർ വിട്ടുപോകാൻ കാരണം ഇന്നും നമ്മൾ പണ്ടത്തെ രീതികളൊക്കെ തന്നെ ആയിരിക്കുന്നു. ഞാൻ കണ്ടുവരുന്നൊരു കാര്യം, പൊതുവെ നമ്മളെല്ലാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും ഒരൊറ്റ ഉദ്ദേശമാണ്, ജോലി ചെയ്യണം, ജോലി കിട്ടണം. ഇപ്പം ഞാൻ പറഞ്ഞോട്ടെ, ജോലി കിട്ടണമെങ്കിൽ ആരെങ്കിലും ജോലി കൊടുക്കണ്ടായോ? ഒരു ജോലി കൊടുക്കാൻ ദാതാവ് ഉണ്ടായെങ്കിലല്ലേ ജോലി കിട്ടത്തുള്ളൂ. നമുക്കെന്തുകൊണ്ട് ജോലി ദാതാവായിക്കൂടാ? നമുക്കൊന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അറ്റ്ലീസ്റ്റ് 1-2 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ കാര്യം നടക്കുന്നതോടൊപ്പം തന്നെ. അപ്പോൾ നമ്മളൊരു ജോലി ദാതാവാകുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുപോലെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഭരിക്കപ്പെടേണ്ടവർ മാത്രമല്ല, നമ്മൾ ഭരിക്കാൻ ദൈവം നിയോഗിച്ച ആൾക്കാരോടാണ്. മനസ്സിലാക്കുക. തിരുവചനത്തിൻ്റെ ആരംഭം തൊട്ട് വായിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതിരിക്കുന്നു. നമ്മുടെ മനസ്സ് ചേഞ്ച് ചെയ്യേണ്ടതായ സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് ഇറങ്ങേണ്ട സമയം എപ്പോഴും അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളെങ്കിലും നമുക്ക് ഈ വിധത്തിൽ ചിന്തിക്കാം, ഈ വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. God bless you.